JP ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വഖഫ് ബില്ലിന്മേൽ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ ബെഞ്ചിലുള്ള വാദം തുടരുകയാണ്. രണ്ടാമത്തെ ദിവസം സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള തന്റെ വാദങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ നിരവധി തവണയാണ് ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുത്തിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് BR ഗവായി അഭിപ്രായങ്ങളും വസ്തുതകളും രേഖപ്പെടുത്തിയത്. അതിൽ നിന്ന് തന്നെ അനുമാനിക്കാവുന്നത് തർക്കങ്ങൾ ഉള്ള വ്യവസ്ഥകളിൽ സർക്കാരിന് അത്ര ആശ്വാസ്യമല്ല കാര്യങ്ങൾ എന്നാണ്. ഈ ബെഞ്ചിലുള്ള വാദത്തിന്റെ രണ്ടാമത്തെ ദിവസം മെയ് 21 സുപ്രീം കോടതിയിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായുള്ള ഈ ബെഞ്ചിൽ അദ്ദേഹത്തെ കൂടാതെ ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹും ആണ് വാദങ്ങൾ കേൾക്കുന്നത്. ആദ്യത്തെ ദിവസം വാദം കേട്ടപ്പോൾ ഇതിനെ എതിർക്കുന്നവരുടെ വാദങ്ങളാണ് നിരത്താൻ അവസരം നൽകിയത്. രണ്ടാമത്തെ ദിവസം മെയ് 21 സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ വാദങ്ങൾ സമർപ്പിക്കാനുള്ള അവസരമായിരുന്നു. അദ്ദേഹം ഇതിന്മേലുള്ള തന്റെ വാദങ്ങൾ നിരത്താൻ ആരംഭിച്ചത് പാർലമെന്റിന് നിയമം പാസാക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ അത്തരം ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്മേൽ ഒരു സ്റ്റേ പുറപ്പെടുവിക്കേണ്ട ആവശ്യമുള്ളൂ. 1923 മുതലുള്ള ഭീഷണിയാണ് ഈ ബില്ലിലൂടെ സർക്കാർ ഇല്ലാതാക്കുന്നത്. ഇതിൽ എല്ലാവരുടെ ഭാഗങ്ങളും കേട്ടു. എന്റെ അഭിപ്രായം, ഇവിടെ ഹർജി സമർപ്പിക്കുന്നവർ മുസ്ലിം സമുദായത്തെ മൊത്തം പ്രതിനിധാനം ചെയ്യാൻ യോഗ്യതയുള്ളവരല്ല. 96 ലക്ഷം പരാതികൾ ഇതിനെക്കുറിച്ച് സർക്കാരിന് ലഭിച്ചു. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി 36 സിറ്റിംഗ് നടത്തി. ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വളരെയേറെ ചർച്ചകൾ നടത്തി. വിവിധ മുസ്ലിം സമുദായങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ പരിശോധിച്ചു. അതിനുശേഷമാണ് വളരെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും പാർലമെന്റിൽ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഈ ബില്ല് പാസാക്കുകയും ചെയ്തത്. എല്ലാ പൗരന്മാർക്കുമുള്ള ഭൂമി ഗവൺമെന്റാണ് ഒരു ട്രസ്റ്റിൽ നിലനിർത്തുന്നത്. വഖഫ് ബൈ യൂസർ പ്രോപ്പർട്ടികൾ അതിന്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയാണ്. അത് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ട് പോരുന്നതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് അവകാശമുള്ളത്. അതിനാൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിയുടെ പ്രോപ്പർട്ടിയാണ് ഇങ്ങനെ കാലാകാലങ്ങളിലായി ഉപയോഗിച്ചു പോരുന്നത്. അത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണോ എന്ന് ഗവൺമെന്റിന് പരിശോധിക്കാൻ പാടില്ലേ? അപ്പോൾ ഇതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് ഗവായി പറഞ്ഞത് ഇതിനോടുള്ള എതിർപ്പ് ഗവൺമെന്റ് തന്നെ സ്വന്തം ക്ലെയിമിന്മേൽ സ്വയം തീരുമാനമെടുക്കുന്ന സാഹചര്യമാണ് എന്നാണ്. അതിന് മറുപടിയായി തുഷാർ മേത്ത പറഞ്ഞത് റവന്യൂ അധികാരികൾ ഇത് ഗവൺമെന്റ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള തീരുമാനം മാത്രമാണ് എടുക്കുന്നത്. പക്ഷേ ആ തീരുമാനം റവന്യൂ റെക്കോർഡ്സിന് വേണ്ടി മാത്രമാണ്. അതിന്റെ ഉടമസ്ഥാവകാശം അവർക്ക് തീരുമാനിക്കാൻ കഴിയുകയില്ല. അത് അവസാന തീരുമാനമല്ല എന്നാണ്. പിന്നീട് തുഷാർ മേത്ത തുടരുകയാണ്. ആദ്യത്തെ ബില്ലിൽ കളക്ടർ തീരുമാനിക്കും എന്നായിരുന്നു. സ്വന്തം കേസിൽ കളക്ടർ തന്നെ ജഡ്ജിയാവും എന്ന് എതിർപ്പ് ഉയർത്തിയതോടുകൂടി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ തീരുമാനിച്ചു കളക്ടർ അല്ലാതെ മറ്റെന്തെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തീരുമാനം എടുക്കട്ടെ എന്ന്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് വീണ്ടും തടസ്സപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു, അപ്പോൾ അത് വെറും പേപ്പറിലുള്ള ഒരു എൻട്രി മാത്രമാണോ എന്ന്. അപ്പോൾ തുഷാർ മേത്തയുടെ മറുപടി, അത് ഒരു പേപ്പർ എൻട്രിയാണ്. ഗവൺമെന്റിന് അതിന്മേൽ ഉടമസ്ഥാവകാശം വേണമെങ്കിൽ അതിന്റെ ടൈറ്റിലിന് വേണ്ടി ഒരു കേസ് സമർപ്പിക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ റവന്യൂ റെക്കോർഡ് പ്രകാരം ഇതിന്റെ ഉടമസ്ഥൻ ഗവൺമെന്റ് ആണ്, വഖഫ് അല്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. ഇതിന്മേൽ കോടതിയിൽ പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ആണ് ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കുന്നത്. ഇതിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്നുള്ളത് മാത്രമാണ് റവന്യൂ റെക്കോർഡ്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഗവായി പറഞ്ഞത് ഇവിടെ ലഭിച്ച വിവരപ്രകാരം കളക്ടർ അന്വേഷണം നടത്തുന്നതോടുകൂടി പ്രോപ്പർട്ടി വഖഫ് അല്ലാതായി മാറും. അന്വേഷണം പൂർത്തിയാവുന്നതോടുകൂടി ഗവൺമെന്റിന് അത് പൂർണ്ണമായി പിടിച്ചെടുക്കാൻ ആവും എന്നാണ്. അതിനു മറുപടിയായി സർക്കാർ വക്കീൽ പറഞ്ഞത് ആധാരം ഗവൺമെന്റിന്റെ പേരിൽ ആക്കണമെങ്കിൽ പേരിൽ കൂട്ടുന്നതിന് സ്യൂട്ട് ഫയൽ ചെയ്യണം. തീരുമാനം അന്തിമമല്ല. അപ്പോൾ ജസ്റ്റിസ് അഗസ്റ്റിൻ മസിഹ് ചോദിച്ചത് കൈവശാവകാശം നിയമപരമായി ഫൈനലൈസ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ തന്നെ തുടരുമെന്നാണോ? അതെ എന്ന് മേത്തയുടെ മറുപടി. ചീഫ് ജസ്റ്റിസ് ഗവായി അപ്പോൾ ചോദിക്കുകയാണ്, അതിന് നിയമപരമായ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ നിലവിലുള്ള കക്ഷികളെ അവിടുന്ന് ഒഴിപ്പിക്കുകയില്ലേ? ഇല്ല എന്ന് മേത്തയുടെ മറുപടി. രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് ബൈ യൂസർ പ്രോപ്പർട്ടികൾക്കെല്ലാം ഇത് ബാധകമാണെന്ന് തുഷാർ മേത്ത പറഞ്ഞു. അതായത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നിയമമനുസരിച്ച്
രജിസ്ട്രേഷൻ നിയമം ആകുന്നതിനു മുമ്പ് വഖഫായി ഉപയോഗിക്കുന്ന ഏത് പ്രോപ്പർട്ടികൾക്കും ഇങ്ങനെ തടസ്സവാദം ഉന്നയിച്ച് സർക്കാരിൻ്റെതാണ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യാം. പിന്നെ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കണമെങ്കിൽ കോടതി കയറിയിറങ്ങണം എന്ന് ചുരുക്കം. പിന്നീട് തുഷാർ മേത്ത 5 വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ പ്രോപ്പർട്ടി വഖഫ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ്. ശരിയത്ത് ആക്ട് സെക്ഷൻ 3 പറയുന്നത് ഒരാൾ മുസ്ലിം ആണെന്ന് സ്ഥാപിക്കണം എന്നാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദിവസം 5 തവണ നമാസ് ചൊല്ലണമെന്നോ മദ്യം കഴിക്കരുതെന്നോ അല്ല. അദ്ദേഹം തുടരുകയാണ്, വഖഫായി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടികൾ വഖഫായാണോ പരിഗണിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ ആള് വേണം. അപ്പോൾ CJI വീണ്ടും തടഞ്ഞുകൊണ്ട് ചോദിച്ചു, 1923 വഖഫ് ബില്ലിൽ രജിസ്ട്രേഷൻ പ്രൊവിഷൻ ഉണ്ടായിരുന്നോ? കപിൽ സിബൽ പറഞ്ഞത് 1923 രജിസ്ട്രേഷൻ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല, 1954 മാത്രമാണ് രജിസ്ട്രേഷൻ വ്യവസ്ഥ നിലവിൽ വന്നത് എന്നാണ്. അതിന് തുഷാർ മേത്ത മറുപടി പറഞ്ഞത് 100 വർഷം മുൻപുള്ള പ്രോപ്പർട്ടികൾക്ക് എവിടെ നിന്നാണ് പേപ്പറുകൾ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കുപ്രചാരണം ഇറക്കുന്നുണ്ട്. ഇത് ഒരു നറേറ്റീവാണ്. 100 വർഷം മുൻപ് വഖഫായത് എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ ഡോക്യുമെന്റുകൾ മാത്രമാണ് കൊണ്ടുവരുന്നത്. ഇത് വെറും ഒരു ഫോർമാലിറ്റി മാത്രമല്ല. 1923 ആക്ട് പറയുന്നത് നിങ്ങൾക്ക് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ലഭ്യമായ രേഖകൾ സമർപ്പിക്കുക എന്നാണ്. അപ്പോൾ CJI ഗവായ് കപിൽ സിബലിനോട് പറഞ്ഞു, ടെക്നിക്കലി തുഷാർ മേത്ത പറഞ്ഞത് ശരിയാണ് എന്ന്. പിന്നീട് തുഷാർ മേത്ത തുടരുകയാണ്, ആർക്കും പറയാൻ പറ്റുകയില്ല മറ്റാരെങ്കിലും ആയിരുന്നു രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന്. 1923 രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ചെയ്യേണ്ടത്. 100 വർഷം മുൻപുള്ള രേഖകൾ എവിടെ നിന്ന് കൊണ്ടുവരാനാണ് എന്നാണ് ഇതിനെ എതിർക്കുന്നവർ ചോദിക്കുന്നത്. എന്നാൽ വ്യക്തമായ ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ കഴിയുന്നത്ര വിവരങ്ങൾ സമർപ്പിക്കാൻ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. രജിസ്റ്റർ ചെയ്യേണ്ട സമയപരിധിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ CJI പറഞ്ഞത് 1923 നിയമപ്രകാരം 3 മാസമാണ്, ഇപ്പോൾ 6 മാസം അല്ലേ? അതിന് തുഷാർ മേത്ത മറുപടി പറഞ്ഞത് അതെ, ഇനി അത് ചെയ്യാൻ വിട്ടുപോയെങ്കിൽ ഇപ്പോഴും ചെയ്യാം എന്ന്. വഖഫ് ബൈ യൂസറിനെ സംരക്ഷിക്കുന്നതിന് മാത്രമായി ആ സെക്ഷൻ സ്റ്റേ ചെയ്താൽ ഈ വഖഫ് ബില്ലിന്റെ ഉദ്ദേശത്തെ തന്നെ ഇല്ലാതാക്കുന്നതായിരിക്കും. വഖഫ് ബൈ യൂസർ എന്നുള്ളത് ഒരു മൗലിക അവകാശമല്ല. 1954 ഒരു ചട്ടമനുസരിച്ചാണ് അത് നിലവിൽ വന്നത്. ഒരു നിയമമായി കൊണ്ടുവന്നതോ ചട്ടമനുസരിച്ചുള്ളതോ ആയ അവകാശങ്ങൾ സർക്കാരിന് എപ്പോഴും തിരിച്ചെടുക്കാൻ സാധിക്കും. അതായത് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ഇത് ഒരു മൗലിക അവകാശമല്ല, വഖഫ് ബൈ യൂസർ ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതല്ല എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം തുടരുന്നത്, വഖഫ് എന്നുള്ളത് ഒരു ഇസ്ലാമിക കൺസെപ്റ്റ് ആണെങ്കിലും അത് ഇസ്ലാമിന്റെ അനിവാര്യ ഘടകമല്ല. ദാനം ചെയ്യുക എന്നുള്ളത് എല്ലാ മതങ്ങളിലും ഉള്ളതാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇത് മതപരമായ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതല്ല എന്നാണ്. വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സെക്യുലർ ആണ്, ഹിന്ദു എൻഡോവ്മെന്റ് പോലെ മതപരമായതല്ല. മതപരമായ കാര്യങ്ങളിലെ സെക്യുലർ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അവകാശം സർക്കാരിന് ഉണ്ട്. മോസ്കുകളും ദർഗകളും വഖഫാണ്. എന്നാൽ സ്കൂളുകളും ഓർഫനേജുകളും പോലെയുള്ള വളരെയേറെ ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളും വഖഫ് നടത്തുന്നുണ്ട്. അതിനാൽ നിയമമനുസരിച്ച് മുസ്ലിങ്ങൾ അല്ലാത്തവരെയും വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താം. ഇത് സ്റ്റേ അനുവദിക്കാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ CJI ചോദിച്ചു, മുത്തവല്ലിയെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഇതിനു മറുപടിയായി തുഷാർ മേത്ത പറഞ്ഞത് 2 മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളെ നിയോഗിക്കുന്നത് വഴി അതിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും എന്നാണ് അവർ പറയുന്നത്. CJIയുടെ ചോദ്യം, അപ്പോൾ മുത്തവല്ലി ഒരു മുസ്ലിം ആയിരിക്കുമോ? മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും ആവാം, ഏത് തരത്തിലുള്ള വഖഫാണ് എന്ന് അനുസരിച്ച്. പിന്നീട് തുഷാർ മേത്ത പറഞ്ഞത് ഹിന്ദു എൻഡോവ്മെന്റുകൾ മതപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെടുന്നത്, എന്നാൽ വഖഫ് സെക്യുലറായ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അയാൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദു സ്ഥാപനങ്ങളിൽ ഹിന്ദുക്കൾ അല്ലാത്തവരെ നിയമിക്കാൻ പാടില്ല, കാരണം അത് പൂർണ്ണമായി മതപരമായ കാര്യമാണ്. എന്നാൽ വഖഫിന്റെ കാര്യം അങ്ങനെയല്ല എന്നാണ്. തർക്കമുള്ള 3 ക്ലോസുകളിലും താൻ വ്യക്തമായ വാദങ്ങൾ നിരത്തി എന്ന് പറഞ്ഞാണ് തുഷാർ മേത്ത അവസാനിപ്പിച്ചത്. സോളിസിറ്റർ ജനറലിന്റെ വാദങ്ങൾക്കുള്ള മറുപടി ഇന്നലെ നടന്ന ഹിയറിംഗിലാണ് ഇതിനെ എതിർത്തുകൊണ്ട് ഹാജരായവർ നൽകിയത്. അതിന്റെ വിവരങ്ങൾ നാളത്തെ വീഡിയോയിലൂടെ വിവരിക്കുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്